അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 7. മഹാപുരോഹിതൻ സ്തെഫാനോസിനോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയോ എന്ന് ചോദിച്ചു. അതിന് സ്തെഫാനോസ് മറുപടി പറഞ്ഞത്, സഹോദരങ്ങളെ, പിതാക്കന്മാരെ ശ്രദ്ധിച്ചാലും നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നരുളി ചെയ്തു. അങ്ങനെ അദ്ദേഹം കൽദേയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് താമസിച്ചു. തൻ്റെ പിതാവിൻ്റെ മരണശേഷം അബ്രഹാമിനെ ദൈവം നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ ദേശത്തേക്ക് മാറ്റി പാർപ്പിച്ചു. എങ്കിലും ദൈവം അബ്രഹാമിന് ഒരടി ഭൂമി പോലും അവകാശമായി കൊടുത്തില്ല. ആ സമയത്ത് അബ്രഹാമിന് മക്കൾ ഇല്ലായിരുന്നെങ്കിലും തനിക്കും തൻ്റെ കാലശേഷം തൻ്റെ സന്താനങ്ങൾക്കും ഈ ദേശം അവകാശമായി നൽകുമെന്ന് ദൈവം അബ്രഹാമിന് വാഗ്ദാനം നൽകി. അതുമാത്രമല്ല, ദൈവം അബ്രഹാമിനോട് ഇങ്ങനെയും അരുളി ചെയ്തു, നിന്റെ പിൻഗാമികൾ സ്വന്തമല്ലാത്തൊരു ദേശത്ത് പ്രവാസികളായി പാർക്കും. 400 വർഷം അവർ അവിടെ അടിമകളായി പീഡനം സഹിക്കും. എന്നാൽ അവർ അടിമകളായി സേവിക്കുന്ന ആ ജനതയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ ആ ദേശം വിട്ട് പോരുകയും ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും. പിന്നീട് ദൈവം അബ്രഹാമിന് പരിച്ഛേദനത്തിൻ്റെ ഉടമ്പടി നൽകി. അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു. 8-ാം ദിവസം അവന് പരിച്ഛേദനം ചെയ്തു. ഇസഹാക്കിന് യാക്കോബും യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാരും ജനിച്ചു. ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് തങ്ങളുടെ സഹോദരനായ യോസെഫിനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും യോസെഫിനെ വിടുവിച്ചു. മിസ്രൈമിലെ രാജാവായ ഫറവോൻ്റെ സന്നിധിയിൽ നിന്നും പ്രീതിയും ജ്ഞാനവും നൽകി. ഫറവോൻ യോസെഫിനെ മിസ്രൈമിൻ്റെ ഭരണാധിപനും തൻ്റെ കൊട്ടാരം കാര്യസ്ഥനുമായി നിയമിച്ചു. അങ്ങനെ ഇരിക്കെ മിസ്രൈം ദേശത്തിനും കനാനിനും ക്ഷാമവും വലിയ കഷ്ടതയും ഉണ്ടായി. നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതായി. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ആദ്യമായി അവിടേക്ക് അയച്ചു. അവർ രണ്ടാമത് ചെന്നപ്പോൾ യോസെഫ് തൻ്റെ സഹോദരന്മാർക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. അങ്ങനെ യോസെഫിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഫറവോൻ അറിഞ്ഞു. പിന്നീട് യോസെഫ് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തിലുള്ള എല്ലാവരെയും ആളയിച്ച് വിളിപ്പിച്ചു. അവർ ആകെ 75 പേരുണ്ടായിരുന്നു. യാക്കോബ് മിസ്രൈമിലേക്ക് പോയി. അവിടെ യാക്കോബും നമ്മുടെ പിതാക്കന്മാരും മരണമടഞ്ഞു. അങ്ങനെ തിരികെ ശെഖേമിലേക്ക് കൊണ്ടുവന്ന് അബ്രഹാം എമ്മൂരിൻ്റെ പുത്രന്മാരോട് വില കൊടുത്ത് വാങ്ങിയ കല്ലറയിൽ സംസ്കരിച്ചു. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറേണ്ട കാലം സമീപിച്ചപ്പോൾ മിസ്രൈമിലുണ്ടായിരുന്ന ജനം വളരെ വർദ്ധിച്ചു. ഒടുവിൽ യോസെഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് മിസ്രൈമിൽ ഭരണാധിപനായി. ആ രാജാവ് കൗശലപൂർവ്വം നമ്മുടെ ജനത്തോട് പെരുമാറി നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവിക്കാതിരിക്കേണ്ടതിന് അവരെ പുറത്ത് എറിഞ്ഞു കളയാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ കാലത്തിലാണ് മോശെ ജനിച്ചത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതിസുന്ദരനായ ശിശുവിനെ 3 മാസം പിതൃഭവനത്തിൽ വളർത്തി. അതിനുശേഷം പുറത്ത് ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ഫറവോൻ്റെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി. മോശെ മിസ്രൈമ്യരുടെ സകല വിജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായി തീർന്നു. 40 വയസ്സായപ്പോൾ ഇസ്രായേലരായ തൻ്റെ സഹോദരങ്ങളെ ചെന്ന് കാണണമെന്ന് മോശയുടെ ഉള്ളിൽ ചിന്തയുണ്ടായി. അവരിൽ ഒരുവനെ ഒരു മിസ്രൈമ്യൻ ഉപദ്രവിക്കുന്നത് കണ്ട് മോശെ അവൻ്റെ സഹായത്തിനെത്തി. മിസ്രൈമ്യനെ അടിച്ചു കൊന്ന് ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്തു. സ്വന്തം ജനങ്ങളെ വിമോചിപ്പിക്കാൻ ദൈവം തന്നെ ഉപയോഗിക്കുകയാണെന്നോ തൻ്റെ സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് മോശെ കരുതി. എന്നാൽ അവർക്കത് മനസ്സിലായില്ല. അടുത്ത ദിവസം പരസ്പരം ശണ്ട കൂടിക്കൊണ്ടിരുന്ന 2 ഇസ്രായേലരുടെ സമീപത്ത് മോശെയെത്തി. എന്താണിത്? നിങ്ങൾ സഹോദരന്മാരല്ലേ? നിങ്ങൾ എന്തിന് പരസ്പരം ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ രമ്യതപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അവരിൽ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തള്ളി മാറ്റിയിട്ട്, നിന്നെ ഞങ്ങളുടെ അധികാരിയും ന്യായാധിപനുമായി നിയമിച്ചതാർ? ഇന്നലെ ആ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ ഭാവം എന്ന് ചോദിച്ചു. ഇത് കേട്ട മോശെ മിദ്യാൻ ദേശത്തേക്ക് ഓടിപ്പോയി. അവിടെ ഒരു പരദേശിയായി താമസിച്ച് അവിടെ വെച്ച് മോശയ്ക്ക് 2 പുത്രന്മാർ ജനിച്ചു. 40 വർഷത്തിന് ശേഷം സീനായ് മലയുടെ മരുഭൂമിയിൽ
മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ ഒരു ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി. ആ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ട് സൂക്ഷിച്ചു നോക്കാൻ അടുത്ത് ചെന്നപ്പോൾ മോശെ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഭയചകിതനായ മോശെ പിന്നെ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. മിസ്രയീമിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന കഷ്ടത ഞാൻ വ്യക്തമായി കണ്ടിരിക്കുന്നു. അവരുടെ ദീനരോദനം ഞാൻ കേട്ടിരിക്കുന്നു. അവരെ വിമോചിപ്പിക്കാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. വരൂ, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ ഞങ്ങളുടെ അധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ആര് എന്ന് ചോദിച്ചുകൊണ്ട് അവർ നിരസിച്ച ഈ മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ മുഖേന അവരുടെ വിമോചകനും അധികാരിയുമായി ദൈവം അയച്ചു. മിസ്രയീമിലും ചെങ്കടലിലും മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് 40 വർഷം മോശെ അവരെ പുറപ്പെടുവിച്ച് നയിച്ചു. ഈ മോശെ തന്നെയാണ് ഇസ്രായേൽ മക്കളോട്, ദൈവം നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു തരും എന്ന് പറഞ്ഞത്. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടൊപ്പം മരുഭൂമിയിലെ സഭയിൽ ഉണ്ടായിരുന്നവനും നമ്മുടെ പിതാക്കന്മാരോടുകൂടെ ഉണ്ടായിരുന്നവനും നിങ്ങൾക്ക് കൈമാറാനായി ജീവനുള്ള അരുളപ്പാടുകൾ സ്വീകരിച്ചവനും ഈ മോശ തന്നെയാണ്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മോശയെ അനുസരിക്കാതെ തള്ളിക്കളഞ്ഞു. അവർ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അവർ അഹരോനോട്, ഞങ്ങളെ നയിക്കാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കിയതും അതിന് ബലിയർപ്പിച്ചതും അക്കാലത്താണ്. അങ്ങനെ സ്വന്തം കരങ്ങളുടെ സൃഷ്ടിയിൽ അവർ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവരിൽ നിന്നും മുഖം തിരിക്കുകയും ആകാശ സൈന്യത്തെ ആരാധിക്കാനായി അവരെ വിട്ടുകളയുകയും ചെയ്തു. പ്രവാചകരുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ 40 വർഷം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചത് എനിക്കായിരുന്നു. നിങ്ങൾ ആരാധിക്കാനുണ്ടാക്കിയ വിഗ്രഹങ്ങളായ മോലോക്കിൻ്റെ കൂടാരവും രേഫാൻ ദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബാബിലോണിനെ അപ്പുറത്തേക്ക് നാടുകടത്തും. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ദൈവസാന്നിധ്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന കൂടാരമുണ്ടായിരുന്നു. അത് മോശയ്ക്ക് ദൈവം മാതൃക കാണിച്ചു കൽപ്പന നൽകിയതിന് അനുസൃതമായി നിർമ്മിച്ചതായിരുന്നു. പിൻതലമുറയിലെ നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്നും ദൈവം നീക്കിക്കളഞ്ഞ ജനതകളുടെ ദേശം അവർ യോശുവയുടെ നേതൃത്വത്തിൽ കൈവശമാക്കിയപ്പോൾ ആ സാക്ഷി കൂടാരം അവിടേക്ക് കൊണ്ടുവന്നു. ദാവീദിൻ്റെ കാലം വരെ അതവിടെ ഉണ്ടായിരുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. യാക്കോബിൻ്റെ ദൈവത്തിന് ഒരു തിരുനിവാസം ഉണ്ടാക്കാൻ ദൈവത്തോട് അനുവാദം അപേക്ഷിച്ചു. എന്നാൽ ശലോമോനായിരുന്നു ദൈവത്തിനൊരു ആലയം നിർമ്മിച്ചത്. എങ്കിലും അത്യുന്നതനായ ദൈവം മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന മന്ദിരങ്ങളിൽ വസിക്കുന്നില്ല. പ്രവാചകൻ പറയുന്നത് പോലെ, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. എനിക്ക് വേണ്ടി ഏതു വിധമുള്ള ആലയം നിങ്ങൾ പണിയും? എൻ്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കരം നിർമ്മിച്ചവയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദുശ്ശാഠ്യക്കാരെ, ഹൃദയത്തിനും കാതുകൾക്കും പരിച്ഛേദനമില്ലാത്തവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എന്നും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകനെങ്കിലും ഉണ്ടോ? നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ചവരെ നിങ്ങളുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞു. നിങ്ങളാകട്ടെ ഇപ്പോൾ ആ നീതിമാനെ ഒറ്റിക്കെടുക്കുകയും കൊല്ലുകയും ചെയ്തിരിക്കുന്നു. ദൈവദൂതന്മാരിൽ കൂടി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചു, എന്നിട്ടും നിങ്ങൾ അതനുസരിച്ചില്ല. ഇത്രയും കേട്ടപ്പോൾ അവർ കോപാകുലരായി സ്തേഫാനോസിന് നേരെ പല്ലുകടിച്ചു. എന്നാൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉച്ചത്തിൽ ആക്രോശിച്ച് ചെവി പൊത്തിക്കൊണ്ട് സ്തേഫാനോസിൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞു ചെന്നു. അവർ സ്തേഫാനോസിനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കല്ലെറിയാൻ തുടങ്ങി. സാക്ഷികൾ തങ്ങളുടെ അങ്കി ശൗൽ എന്നൊരു യുവാവിൻ്റെ പാദത്തിങ്കൽ അഴിച്ചുവെച്ചു. അവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസ്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ മുട്ടുകുത്തി, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ എന്ന് ഉച്ചത്തിൽ അപേക്ഷിച്ചു.
ഇത് പറഞ്ഞ ശേഷം സ്തെഫാനോസ് മരണനിദ്ര പ്രാപിച്ചു.